കവിതയിൽ കിനാക്കൾക്കൊപ്പം വിയർപ്പിൻ്റെ ഉപ്പുരസം ചേർത്തൊരു കവി. കലയോടൊപ്പം കൂലിപ്പണിയും അഭിമാനത്തോടെ ചേർത്തുപിടിച്ച ഈ കലാകാരൻ്റെ പേര് നാരായണൻ പുലാപ്പറ്റ. നരേൻ പുലാപ്പറ്റ എന്നും വിളിക്കും. ദരിദ്രവും ദുഃഖഭരിതവുമായ ജീവിതങ്ങളെ ആവിഷ്കരിക്കുന്നതിനും ചുറ്റുപാടുമുള്ള അനേക കാര്യങ്ങളിൽ തൻ്റെ കാഴ്ചപ്പാടും നിലപാടും അറിയിക്കാനുള്ള മാധ്യമം കൂടിയാണ് നരേൻ പുലാപ്പറ്റയ്ക്ക് കവിത. സ്കൂളിലെത്തിയപ്പോൾ കവിതയും എഴുതി തുടങ്ങി. പുലാപ്പറ്റ സെൻട്രൽ യു പി സ്കൂളിലെ ഹെഡ് മിസ്സസ്സാണ് ഞാൻ. എൻ്റെ പേര് കെ സി ലത. നമ്മുടെ നാട്ടുകാരനായ, നമ്മുടെ പുലാപ്പറ്റക്കാരനായ, ഇപ്പോൾ എല്ലാവരും നരേൻ പുലാപ്പറ്റ എന്ന പേരിൽ മാത്രം അറിയപ്പെടുന്ന, മാധ്യമങ്ങളിൽ ധാരാളമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാരായണൻ നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് തന്നെ കവിതകളും പാട്ടും ഒക്കെ ഞങ്ങളെല്ലാവരും ആസ്വദിക്കാറുണ്ട്. എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരത്തെ എന്തെങ്കിലും ഒരു ലളിതഗാനമോ ഒരു കവിതയോ എന്തെങ്കിലും ഒന്ന് നാരായണനെ കൊണ്ട് ഞങ്ങൾ ചൊല്ലിക്കാറുണ്ടായിരുന്നു. അന്ന് തന്നെ എഴുത്തിൽ, കവിതാരചനയായിട്ടും ഒക്കെ എഴുത്തിൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വളർന്ന് ഇപ്പം നല്ലൊരു എഴുത്തുകാരനും നല്ലൊരു നാടൻപാട്ട് കലാകാരനും അങ്ങനെ എല്ലാം നല്ലൊരു കലാകാരനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലമാണ് നാം ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കാലം. പക്ഷേ നരേൻ്റെ ബാല്യകാലം കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെതുമായിരുന്നു. 20ാമത്തെ വയസ്സിലെ വിവാഹിതനായി പട്ടിണി നിറഞ്ഞ ജീവിത വഴികളിലൂടെ തളർന്നു നടന്നപ്പോഴും കലയും സാഹിത്യവും കൈവിടാൻ ഒരുക്കമായിരുന്നില്ല. നമ്മുടെ പാചകം പറഞ്ഞിട്ടാണ് ആദ്യത്തെ കഥ എഴുതിയിറക്കണത്. അത് കടമ്പടിപ്പുറത്ത് വെച്ച് ഉദ്ഘാടനം കഴിഞ്ഞു. അതിനൊക്കെ പോയി. അപ്പം നല്ലോണം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കഞ്ഞില്ലാണ്ട് കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയത് എൻ്റെ മകൻ ഏത് കാലത്തേക്കും എന്നും നന്നായി വരുന്ന മകനും മക്കളും. വീട്ടിലെ കഷ്ടപ്പാടും രോഗദുരിതങ്ങളും കൂടുതൽ എഴുതിക്കുകയാണ് ചെയ്തത്. കഥകളിലും കവിതകളിലുമൊക്കെ പച്ചയായ മനുഷ്യജീവിതങ്ങളുടെ പ്രാണൻ നിറഞ്ഞു നിന്നു. നരൻ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഒപ്പം കളിച്ചു വളർന്നവരാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുപോലെ ഒരേ ഒപ്പം നടന്ന് ഞങ്ങളവിടെ ഒപ്പം പണിയണ ആളുകൾ. കുട്ടിക്കാലം അതായത് ഇപ്പോൾ സ്കൂൾ ജീവിതം തൊട്ടിട്ട് തന്നെ ഞങ്ങളൊപ്പമുള്ളതാണ്. പിന്നെ നരൻ എഴുതുന്ന കഥയും കവിതയൊക്കെ ഞങ്ങളുടെ ജീവിതം തന്നെയാണ്. ആകെയുള്ള 3 സെന്റ് മണ്ണും അതിലെ ദുർബലമായ വീടും മാത്രമായിരുന്നില്ല നരേൻ്റെ കഥാലോകം. എഴുത്തും ശബ്ദവും അതിനപ്പുറത്തേക്കും നീണ്ടു. അദ്ദേഹം ഞങ്ങളുടെ സുഹൃത്താണ്. നാട്ടിൽ ഞങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് നല്ല പരിചയമുണ്ട്. ധാരാളം കവിതകളും പാട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ലൊരു ബന്ധമാണ്. എൻ്റെ ഒരു 2 ക്ലാസ് താഴെ പഠിച്ച ഒരു ആളാണ്. അന്ന് തന്നെ സ്കൂളുകളിലെല്ലാം നല്ല പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ പുലാപ്പറ്റയുടെ ഒരു പേര് നമ്മുടെ മൊത്തത്തിലൊന്ന് കേരളത്തിലെത്തുവാൻ വേണ്ടി നമുക്ക് സഹായിച്ചു. കല്ലിലും സിമന്റിലും മഴയത്തും വെയിലത്തും പണിയെടുത്ത് സന്ധ്യയ്ക്ക് അവശതയോടെ വീട്ടിൽ തിരിച്ചെത്തിയാലും എഴുത്തും വായനയുമായി രാത്രികളിൽ കുത്തിയിരുന്നു. ഇതാണ് എൻ്റെ എഴുത്തുമുറി, എഴുത്തിടം. ഞാൻ രാവിലെ കൂലിപ്പണിക്കായിട്ട് ഇറങ്ങും. പിന്നെ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ നാട്ടിലുള്ള വീടുകളിലും മറ്റും പണിക്ക് പോകുന്നു. അവിടെയുള്ള ആളുകളെ കാണുന്നു, അല്ലെങ്കിൽ ഒപ്പമുള്ള പണിക്കാരെ, കൂട്ടുകാരെ ഒപ്പം അവരുടെ ഒപ്പം പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പണിയായിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ വൈകുന്നേരം കടയിലൊക്കെ പോയി വന്ന് കുട്ടികൾക്കുള്ള തിന്നാനുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോഴേക്കും എങ്ങനെയും ഒരു 8 മണി കഴിയും. പിന്നെ ഇവിടെ വന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ എഴുതാനും മറ്റും ഇരിക്കാറുള്ളത്. എൻ്റെ കവിതകൾ, ഞാൻ എഴുതിയ കവിതകളും ഞാൻ ഇവിടെ വെച്ചിട്ടാണ് റെക്കോർഡിങ് ചെയ്യുക. എൻ്റെ ഈ മൊബൈലിൻ്റെ പരിമിതമായ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ആ പരിമിതമായ ഒരു ഇതുകൊണ്ടാണ് ഞാൻ കവിതകളൊക്കെ പാടിയിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നതും അതുപോലെ ലൈവൊക്കെ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. സ്വപ്നങ്ങളുടെ സൗന്ദര്യവും യാഥാർത്ഥ്യങ്ങളുടെ കാഠിന്യവും ലയിപ്പിച്ച് നരേൻ
കഥ എഴുതുമ്പോഴെല്ലാം ജീവിതത്തോട് തോൽക്കാൻ ഒരുക്കമല്ലാത്ത കവി മനസ്സിനൊപ്പം ഭാര്യ ശൈലജ കൂട്ടുനിന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് ഇനി ഉയർത്തിക്കെത്തുന്ന ആഗ്രഹമായിട്ടുണ്ട്. ഇനി ദൈവം സഹായിക്കുകയാണെങ്കിൽ ഒരുപാട് ഉയർത്തി എത്തിക്കാണുന്ന ആഗ്രഹമുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ പറയാം. എഴുത്തിന് വിരാമമിടേണ്ട സാഹചര്യം. അപ്പോഴെല്ലാം വ്യക്തിപരമായ സന്തോഷങ്ങൾ കൂടി മാറ്റിവെച്ച് കനത്ത ഭിത്തികൾക്കുള്ളിലും സ്വച്ഛന്തമായി ഊർന്നിറങ്ങിയ നരേന്റെ വരികളിൽ മരങ്ങളും പുൽക്കൊടിയും പ്രകൃതിയും മനുഷ്യനും മോഹങ്ങളും നൊമ്പരങ്ങളും നിറഞ്ഞു നിന്നു. നേരത്തിനും കാലത്തിനും യോജിച്ച നേർമ്മയുള്ള വാക്കുകൾ, ചാരുതയാർന്ന കാവ്യബിംബങ്ങൾ. നേരായ ശൈലിയിൽ അവ വിദ്യാലയ മുറ്റങ്ങളിൽ മയിൽപ്പീലി വിരിച്ചാടി. പാലക്കാടൻ കവിഗോകുലം എന്ന ആദരം നരനെ തേടിയെത്തി. കൽപ്പിതം എന്ന കഥയ്ക്ക് ലോഹിതദാസ് സ്മാരക ചെറുകഥാ പുരസ്കാരം, കോട്ടയം കേരള സാഹിത്യവേദിയും കുഞ്ചൻ സ്മാരകം സാംസ്കാരിക വകുപ്പ് ചേർന്ന് നൽകിയ യുവപ്രതിഭ സന്തോഷം കൊണ്ടോ അതോ സങ്കടം കൊണ്ടോ, അതുമല്ല ആരോടൊക്കെയോ ഉള്ള കടപ്പാടുകൊണ്ടോ എന്തോ അറിയില്ല, നരൻ പാടിയും പറഞ്ഞും കൊണ്ടിരിക്കും. ഓൺലൈനിൽ മാത്രം കണ്ടു പരിചയമുള്ള മുഖങ്ങൾ, എഴുത്തു ജീവിതത്തിലൂടെ നേടിയെടുത്ത സൗഹൃദങ്ങൾ, എപ്പോഴും സുഖവിവരമന്വേഷിക്കുന്ന സ്നേഹിതർ, ഇവരൊക്കെയാണ് ഈ ജനകീയ കവിക്ക് എന്നും പ്രചോദനം. ഓണം വന്നാലമ്മ പാടും ഓണപ്പാട്ടിൻ്റെ ചേലുള്ളൊരീണം. ഓണമില്ല ഞങ്ങൾക്കെന്നും കണ്ണീരും കഞ്ഞിയും മാത്രമുള്ള ഉള്ള കഞ്ഞിയിൽ വറ്റു തിരഞ്ഞു മടുക്കുമ്പോൾ അമ്മ കവിളത്തു നൽകുന്ന ഉമ്മ മാത്രം. അക്ഷരസാഹിത്യവേദി, കാവ്യസ്വരം, നാട്ടുകലാകാരക്കൂട്ടം, പുലാപ്പറ്റ നൌഷാദ് മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി, ദളിത് സാമൂഹ്യ മുന്നേറ്റത്തിനായുള്ള ഇടം കലാസാംസ്കാരിക
പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഉടപ്പുഴ ആകെ അലഞ്ഞോനായി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണോ എന്നെ പിരിഞ്ഞു നീ പോയില്ലേ. ഇതിൻ്റെ സുഹൃത്തുക്കളാണ്. പ്ലാപ്പറ്റയിലും ഉമ്മനയിലൊക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ എല്ലാവരും നല്ല പ്രോത്സാഹനം തരുന്നുണ്ട്. എല്ലാവരും എൻ്റെ കവിതകളും പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനൊക്കെ പ്രോത്സാഹനം തരുന്നുണ്ട്, അതൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുപോലെ ഞങ്ങളുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതിലൊക്കെയുള്ള ആളുകളാണ് ഇവരെല്ലാവരും. നാട്ടിൻപുറത്തുള്ള ഈ ഒരു സ്നേഹവും ഈ ഒരു ഇവർ തരുന്ന ശക്തിയാണ് എന്നെപ്പോലുള്ളൊരു കലാകാരനെ മുകളിലേക്ക് ഉയർത്തുന്ന ഒരു കാര്യമായിട്ടുള്ളത്. നരേൻ പുലാപ്പറ്റയുടെ ഏറ്റവും നല്ല കവിത ഏതെന്ന് ചോദിച്ചാൽ ആത്മാലാപ രൂപത്തിലുള്ള നരേൻ്റെ ജീവിതം തന്നെയല്ലേ മുന്തിയ കവിത. കൂലിപ്പണിക്കാരനായ മലയാള കവി എന്നാണ് പല സാഹിത്യ സദസ്സുകളിലും നരേൻ വിശേഷിപ്പിക്കപ്പെടുന്നത്. പിറക്കും കിനാക്കളെ വാടാതെ പൊഴിയാതെ നിന്നിടണേ. പൂവായി പിറക്കും കിനാക്കളെ വാടാതെ പൊഴിയാതെ നിന്നിടണേ. ഉള്ളിൻ്റെ ഉള്ളിലെ സങ്കടമെല്ലാം പാട്ടായി മധുരമായി ചേർന്നിടണേ. കാണും കിനാക്കളെല്ലാം നടക്കുന്ന കാലം വിദൂരമല്ലോ. നടക്കുന്ന കാലം വിദൂരമല്ലോ.